പിന്നെ ഞാനിവിടെ 3 വർഷം പഠിച്ചിട്ടുണ്ട്. +1 +2 മോർണിംഗ് ബാച്ചായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം റിപ്പീറ്റ് ചെയ്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. തൻവീർ, റാഷിദ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ആൽഫ ഹോസ്റ്റലായിരുന്നു. പറയാനുള്ളത് ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 കാര്യമായിട്ട് അങ്ങനെ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല ക്ലാസ് കിട്ടുമ്പോൾ അത് വെച്ച് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചു പോകാനായിരുന്നു. +2 ഒരു പകുതി ആയപ്പോഴൊക്കെയാണ് നമുക്കൊരു AF സാറിൻ്റെ മോട്ടിവേഷനൊക്കെ ആയിട്ട് സാറ് പ്രത്യേക നൈറ്റ് ബാച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നു. കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് +2 +1 ക്ലാസ് എല്ലാം എടുത്ത് നിന്നിട്ട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ +2 ഹാഫ് ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ എൻട്രൻസിൻ്റെ ഒക്കെ ആ ഒരു ചൂട് വരുന്നത് കാര്യമായിട്ട്. അങ്ങനെ +1 കൂടെ എൻട്രൻസ് ചെയ്തപ്പോൾ എനിക്ക് 2000-ൻ്റെ അടുത്ത് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഇതാ സാർ ഇവിടെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടി, BBSc കിട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ള 2 കാര്യമാണ്. മോട്ടിവേഷനായിട്ട് ഇപ്പോൾ എല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഡിറ്റർമിനേഷന്, കൺസിസ്റ്റൻസി, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നല്ല ലക്ഷ്യബോധം വേണം. നിങ്ങൾ എവിടെ എത്തണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം വേണം. അല്ലാതെ ലക്ഷ്യമില്ലാതെ നമുക്ക് വെള്ളോട്ട് വെച്ച് കാണാൻ എഴുതി വെക്കുക അങ്ങനെയുള്ള മൈൻഡ് ആവരുത്. വ്യക്തമായിട്ട് നിങ്ങൾ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, നിങ്ങൾക്ക് എത്ര റാങ്ക് വരണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി. ഒരു ദിവസം കുറേ പഠിക്കുന്നതിലല്ല, നമ്മൾ ത്രൂ ഔട്ട് ദ പീരീഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ആവും. ഒരാഴ്ചയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും, നന്നായിട്ട് പഠിക്കും, പിന്നെ കുറച്ച് നേരം ഒരു മൂഡ് ഓഫ് ആവും. പക്ഷെ നിങ്ങളിപ്പോൾ UPS ബാച്ച് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. AF സാർ കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ആ പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാതെ ഒരു കുറച്ച് ദിവസം പഠിക്കുക പിന്നെ കുറച്ച് ദിവസം വെറുതെ അങ്ങനത്തെ ഒരു ഇതുണ്ടാകരുത്. കൺസിസ്റ്റൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് വരും. പിന്നെ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാകരുത്. എക്സാം എഴുതി കഴിഞ്ഞ ശേഷം ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കാമെന്നുള്ള തോന്നലുണ്ടാകരുത്. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ റിസൾട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള പഠിച്ചവൻ്റെ അടുത്താണ്. ഓൾ ദി ബെസ്റ്റ് എല്ലാവരും.